ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വിഷു വ്ളോഗാണ്. വിഷു ദിവസത്തെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് രാവിലെ തന്നെ എണീറ്റിട്ട് വേദൂട്ടിനെ ആദ്യം തന്നെ കണി കാണിച്ചു കൊടുക്കുകയാണ്. സുമേഷേട്ടനാണ് കണി കാണിച്ചു കൊടുക്കുന്നത്. കറക്റ്റ് ഇങ്ങോട്ട് തോന്നും. നല്ല ഉറക്കത്തിലാണ് കേട്ടോ. രണ്ടുപേരും 12 മണി കഴിഞ്ഞിട്ടാണ് ഉറങ്ങിയിട്ടുള്ളത്. വേദുട്ടിയും വൃതിക്കുട്ടിയും 12 മണി കഴിഞ്ഞിട്ടാണ് ഉറങ്ങിയിട്ടുള്ളത്. രാവിലെ നേരത്തെ എണീറ്റപ്പോൾ തന്നെ അവർക്ക് കണ്ണൊന്നും തുറക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. വേദുട്ടിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസം കൂടിയാണ്. കാരണം രാവിലെ എണീറ്റതും കണി കാണണം, കൈനീട്ടം വാങ്ങണം എന്ന് പറഞ്ഞിട്ടാണ് അവൾ കിടന്നത് തന്നെ. കർപ്പൂരം കത്തിച്ച് വയ്ക്കുക അടുത്തോളം. അങ്ങനെ ഞാൻ വൃതിക്കുട്ടിനെ എടുത്തിട്ട് വരികയാണ് കേട്ടോ. അവൾ നല്ല ഉറക്കമാണ്. ഉറങ്ങാൻ പോകുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടാണ് കിടത്തിയത്. രാവിലെ എണീക്കുമ്പോൾ കരയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് കിടത്തിയത്. അതുകൊണ്ട് തന്നെ അവൾ കരഞ്ഞൊന്നുമില്ല കേട്ടോ. നല്ല കുട്ടിയായിട്ട് എണീച്ച് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് നമ്മുടെ വേദൂട്ടിക്ക് കൈനീട്ടം കൊടുക്കണം കേട്ടോ അച്ഛൻ. അങ്ങനെ വൃതിക്കുട്ടിക്ക് കൈനീട്ടം കൊടുക്കുകയാണ്. പക്ഷെ അവൾ വാങ്ങാനൊന്നും നിന്നില്ല കേട്ടോ. കാരണം അവൾക്ക് ഉറക്കം ശരിയായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് വാങ്ങാൻ പറഞ്ഞിട്ട് അവൾ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവളെ ഞാൻ വാങ്ങി വെക്കുകയാണ് ചെയ്തത്. അങ്ങനെ കുട്ടികൾക്ക് കൈനീട്ടമൊക്കെ കൊടുത്ത ശേഷം പിന്നെ ഞാനാണ് കേട്ടോ വാങ്ങിക്കുന്നത്. ഞാനും സുമേഷേട്ടനും അമ്മയൊക്കെയാണ് കൈനീട്ടം വാങ്ങിക്കുന്നത്. എന്താ വരുന്നടാ. ഞാൻ കൈനീട്ടം വാങ്ങലൊക്കെ കഴിഞ്ഞ ശേഷം വേഗം ഒന്ന് കമ്പിത്തിരിയൊക്കെ കൊളുത്താനായിട്ടുള്ള തയ്യാറെടുപ്പാണ്. അപ്പോഴേക്ക് നമ്മുടെ വൃതിക്കുട്ടിയൊക്കെ ഓക്കെ ആയി വന്നു. ഉറക്കമൊക്കെ ശരിയായി ഓക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അവൾക്കാർ കുറച്ച് കമ്പിത്തിരി വേറെ സ്പെഷ്യലായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം കയ്യിൽ തെറിക്കാത്ത ഒരു ഐറ്റം ഉണ്ടാവുമല്ലോ, അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവൾക്ക് പേടിയായിരുന്നു, കയ്യിൽ തെറിക്കുമെന്ന് പറഞ്ഞിട്ട് പേടിയായിരുന്നു കേട്ടോ. അപ്പോൾ കയ്യിൽ തെറിക്കാത്ത കുറച്ച് ഐറ്റങ്ങൾ അവൾക്ക് മാത്രമായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ കമ്പിത്തിരിയൊക്കെ കൊളുത്തുകയാണ് കേട്ടോ. ഭയങ്കര ചൂടാണ്, സഹിക്കാൻ പറ്റാത്ത ചൂടും കാര്യങ്ങളൊക്കെയാണ്. വേദൂട്ടി ഫുൾ ഹാപ്പിയാണ് കേട്ടോ. വൃതിക്കുട്ടി ഉറക്കം ശരിയാവാത്തതിൻ്റെയും പിന്നെ രാവിലെ എണീറ്റതിൻ്റെയൊക്കെയാണ് അവളുടെ. എന്താ വേദു ഞാൻ കുളിക്കണം. ഇത് ഹാപ്പി വിഷു. വേഗം ഒന്ന് അമ്പലത്തിൽ പോയിട്ട് വരാനൊന്ന് പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ. തിരക്ക് വരുമ്പോഴത്തേനും നമ്മുടെ തൊട്ടൊരു അമ്പലമുണ്ട് ചിറ്റൂർക്കാവ്. അപ്പോൾ അവിടെ നിന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. നല്ല തിരക്കുണ്ടാവുമല്ലോ. അപ്പോൾ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ വേഗം തൊഴുതിട്ട് കൈനീട്ടം വാങ്ങിയിട്ട് വരാനാണ് പ്ലാൻ കേട്ടോ. അപ്പോൾ ആദ്യം വൃതിക്കുട്ടിനെ ഒന്ന് ഓക്കെ ആക്കണം. അതിന് ശേഷം മാത്രമാണ് കുളിക്കാനൊക്കെ പറ്റുള്ളൂ, കുളിച്ച് റെഡിയാക്കാനൊക്കെ പറ്റുള്ളൂ. ഇവിടുത്തെ കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ പോകുന്നത് വല്യമ്മൻ്റെ വീട്ടിലോട്ടാണ്. വല്യമ്മൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് കൈനീട്ടം വാങ്ങിക്കണം.
വൃതിക്കുട്ടിക്ക് ഓരോന്ന് പറഞ്ഞാൽ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കൊളുത്താനായിട്ട് കേട്ടോ. എങ്കിലും ഓക്കെ ആയി വന്നിട്ടില്ല, അവൾ ഓർക്കത്തിൻ്റെ ഒരു ഇതുണ്ട്, ഓക്കെ ആയി വന്നിട്ടില്ല. അതാകുമ്പോൾ വരും, നമുക്ക് ക്യാമറ കറക്റ്റ് കിട്ടണം. അത് മതി മതി കൊടുക്കട്ടെ. ചെരുപ്പിട്ട് ഇത് കാലത് ഇവിടെ നോക്കിയാൽ ഇത് കത്തി അവിടെ നോക്കി കത്തി. കമ്മലധികം ശ്രദ്ധിക്കില്ലല്ലോ ഒട്ടിക്കുന്ന ശ്രദ്ധിക്കില്ല. അങ്ങനെ കമ്പിത്തിരിയൊക്കെ കൊളുത്തലൊക്കെ കഴിഞ്ഞ ശേഷം ഏട്ടന്മാർ കൈനീട്ടം വാങ്ങാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വല്യമ്മേൻ്റെ മക്കൾ വന്നിട്ടുണ്ടായിരുന്നു കൈനീട്ടം വാങ്ങാനായിട്ട്. ഇനി ഇത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ നേരെ വല്യമ്മേൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത് കേട്ടോ, കൈനീട്ടം വാങ്ങിക്കാനായിട്ട്. ഏകദേശം സമയം ഒരു 5:30 ആയിട്ടുണ്ട്. 5:30 ആയിട്ടില്ല കേട്ടോ, 5:30 ആവുന്നതേ ഉള്ളൂ. ആ സമയം കൊണ്ട് തന്നെ ഞാൻ വേഗം ഒന്ന് കുളിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കുളി കഴിഞ്ഞാൽ പിന്നെ വേഗം കുട്ടികളെ ഒന്ന് റെഡിയാക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം ഒന്ന് കുളിച്ച് റെഡി ആയിട്ടുണ്ട്. പിന്നെ 6 മണിക്ക് ശേഷം അമ്പലത്തിൽ പോകാനൊരു പ്ലാനുണ്ട്. ഞാനും വൃതിക്കുട്ടിയും കൂടെ പോകാനാണ് പ്ലാന്. വേദൂട്ടി പിന്നെ നേരം വെളുക്കുന്ന വരെ കമ്പിത്തിരി കൊളുത്തിക്കൊണ്ടേ ഇരിക്കുക. അതുകൊണ്ട് അവൾ കൊളുത്തിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനും വൃതിക്കുട്ടിയും കൂടെ അമ്പലത്തിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഏട്ടന്മാരൊക്കെ ഏട്ടന്മാർ ചേച്ചിമാരൊക്കെ കൈനീട്ടം വാങ്ങിക്കാനായി വന്നിരിക്കുകയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഞങ്ങൾ നേരെ പോയത് വല്യമ്മൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ. അവിടെ പോയിട്ട് വിഷുക്കണിയൊക്കെ കണ്ട ശേഷം കൈനീട്ടം വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി വേണ്ട വൃദ്ധി കത്തിയ നോക്കണ്ടട്ടെ വേദു, നോക്ക് വേണ്ട അങ്ങനെ പിടിച്ചോ. മോത്തേക്ക് തെറിക്കട്ടെ വേദു, അറിയാത്ത എടുക്കല്ലേ. എന്ത് സുമേഷ് എനിക്കറിയില്ല. വൃദ്ധിന്റെ ആ സമയം കൊണ്ട് തന്നെ ഞാൻ വേഗം ഒന്ന് പോയിട്ട് വൃതിക്കുട്ടിയെ ഒന്ന് കുളിപ്പിച്ച് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വൃതിക്കുട്ടിയൊക്കെ കുളിച്ച് റെഡിയായി പട്ടുപാവടെ കുത്തുണ്ടോ ഡ്രസ്സാണ്. ഇല്ലല്ലോ കുത്തുണ്ടാ കുത്തുണ്ടാ ഡ്രസ്സ് കുത്തുണ്ടാ ഡ്രസ്സ് കുത്തുണ്ടോ ഡ്രസ്സ് കുത്തുണ്ടാടാ. അപ്പോൾ വേദൂട്ടി അവിടെ കമ്പിത്തിരി കൊളുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനും വൃതിക്കുട്ടിയും കൂടെ രാവിലെ തന്നെ അമ്പലത്തേക്ക് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. തിരക്ക് വരുമ്പോഴത്തേനും പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഒരു വീടിൻ്റെ കുറച്ച് അടുത്ത് തന്നെയാണ് വാളുവെച്ചപാറ ഭഗവതി ക്ഷേത്രമാണ്. അപ്പോൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ പോയില്ലെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ ഇവിടെ പോയിട്ട് ഇവിടെ വന്നിട്ട് വേണം കൈനീട്ടം വാങ്ങിക്കാൻ. ഞാൻ പോകുമ്പോഴത്തേനും ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഇവിടെ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. ഓരോരുത്തർ വന്ന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏകദേശം 7 മണിക്ക് ശേഷമാണ് തിരക്കൊക്കെ വരുള്ളൂ കേട്ടോ. അത്യാവശ്യം ഒരു 3-4 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വേഗം ഒന്ന് തൊഴുത് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ വിഷുക്കണി ഒരുക്കിയിട്ടുണ്ട് കേട്ടോ അമ്പലത്തിൽ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അവിടെ എത്തിയത് ഞങ്ങൾക്ക് കൈനീട്ടമായിട്ട് 5 രൂപ തന്നിട്ടുണ്ടായിരുന്നു. എനിക്കും വൃത്തിക്കുട്ടിക്കും കൂടെ 10 രൂപ തന്നു.
അങ്ങനെ അതൊക്കെ വാങ്ങിയ ശേഷം കുറിയൊക്കെ തൊട്ട ശേഷം ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയിട്ടോ. വീട്ടിലോട്ട് ഞാൻ വൃതിക്കുട്ടി പിന്നെ കുറി തൊടാൻ കിട്ടിയാൽ പിന്നെ തൊട്ടുകൊണ്ടേ ഇരിക്കും, കഴുത്തിലും നെറ്റിയിലൊക്കെ ആയിട്ട് വെറുതെ തൊട്ടുകൊണ്ടേ ഇരിക്കും കേട്ടോ. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി. പിന്നെ ഞങ്ങളൊരു 7 മണിക്ക് ശേഷം 7 മണി 8 മണി ആയ ശേഷം ഗുരുവായൂരപ്പൻ്റെ അമ്പലത്തിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ്. പാലക്കാടുള്ള ക്ഷേത്രത്തിലോട്ടാണ് പോകുന്നത്. വേദൂട്ടിയും പ്രതിക്കുട്ടിയും ഗുരുവായൂരപ്പൻ്റെ അവിടെ പോവാ. ഓ റെഡിയായി. എന്നിട്ടല്ലേ നിന്നോട് ചോദിച്ചപ്പോ. അങ്ങനെ ഞങ്ങൾ റെഡിയായിട്ട് താഴെ വന്ന് നിൽക്കാണ്ട് സുമേഷയുടെ കാർ എടുക്കാനായിട്ട് പോയിരിക്കുകയാണ്. നല്ല ചൂടുണ്ട് കേട്ടോ. വേദൂട്ടിക്ക് ധാവണി എടുക്കണമെന്ന് ഒരേ ആഗ്രഹമായിരുന്നു. ഞാൻ ധാവണി എടുത്തപ്പോൾ അവൾക്കും ധാവണി എടുക്കണമെന്ന് പറഞ്ഞിട്ട് നല്ല ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പാലക്കാടാണ് കേട്ടോ അമ്പലം. രാവിലത്തെ ഫുഡ് കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. അല്ലെങ്കിൽ വരുമ്പോൾ ഭയങ്കരമായിട്ട് ലേറ്റാവും. 12 മണി എന്തായാലും നല്ല തിരക്കുണ്ടാവും കേട്ടോ. കഴിഞ്ഞ തവണ പോയിട്ട് ക്യൂ നിന്ന് മതിയായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്. ചാർജ് കുത്തണം കേട്ടോ സുമേഷേട്ടാ. ചാർജ് കുത്തല്ലേ, അതിന്റെ ബാറ്ററി മാറ്റണം. ബാറ്ററി ഉണ്ടോ കയ്യില്? വാച്ചിന്റെ ബാറ്ററി വാങ്ങിച്ചിട്ടില്ല. ഓ ബാറ്ററി ഇട്ടാലേ വർക്ക് ചെയ്യുള്ളൂ അല്ലെ? ചാർജ് അല്ലേ? ബാറ്ററി ഇനി വാങ്ങിക്കണം അല്ലേ? ബാറ്ററി സെറ്റ് വാങ്ങിച്ചിരിക്കണം. ഞാൻ വിചാരിച്ചു ചാർജ് കുത്തുന്നതാണോ പറഞ്ഞത്. എന്നിട്ട് അതിൽ തന്നെ വെച്ചാൽ ചാർജ് കഴിയും. ഇതിൽ തന്നെ വെച്ചാലാ? ബാറ്ററി അയച്ചു വെക്കണം. എന്താ ബാബുസ്വാമി പോയി വൃതിക്കുട്ടി. ബാബുസ്വാമിന്റെ വീട്ടിൽ പോയി. നീ ഇരുന്ന് ഹൈറ്റില്ലല്ലോ, അപ്പൊ വൃതിക്കുട്ടിക്ക് കാണില്ല. ബാക്കിൽ നിന്നാ കാണുമായിരുന്നു. ഇനി ബാബുസ്വാമിനെ കാണാൻ പറ്റില്ല. ബാബുസ്വാമി വീട്ടിൽ പോയില്ലേ? സ്വാമിമാര് നടന്നു പോണ്ടേ അല്ലേ വേദു? പറഞ്ഞു അമ്പലത്തിൽ തിരക്കല്ല, എല്ലാ അമ്പലങ്ങളിലും തിരക്കല്ല. അവിടെ നല്ല തിരക്കായിരിക്കും. ക്യൂ റോട്ടിൽ വെക്കണ്ട. മറ്റേ ചേട്ടൻ എന്ത് അത് ഓപ്പൺ ചെയ്യടാ. ഏസിന്റെ വൃത്തിക്കുട്ടി അടച്ചു വെച്ചാണ്. ഓപ്പൺ ചെയ്യേസിന്റെ കൈ മാത്രം ഒന്ന് എടുത്തിട്ട്. ശരി, വേണ്ട നീ ബുദ്ധിമുട്ടുണ്ട്. നീ വെറുതെ പണങ്ങുള്ളൂ. അച്ഛൻ ശരിയാക്കും. വലിയ ചിറ്റൂർക്കാവിൻ്റെ ഭാഗത്തിന് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വണ്ടി പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പ്രത്യേകതരം യൂണിഫോം. ഇത് വേറെ തരം യൂണിഫോം. ഇത് കളിപ്പാട്ടുണ്ട്. ഞാൻ കണ്ടില്ല. ഞാനിങ്ങനെ ഫ്രണ്ട് നോക്കിട്ട് അമ്മ കണ്ടുട്ടാ. അങ്ങനെ ഞങ്ങൾ പാലക്കാട് എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല തിരക്കുണ്ട്. ക്യൂ കണ്ടില്ലേ?
വരിവരിയായി നിൽക്കുന്നത്. നല്ല തിരക്ക് പറഞ്ഞ ഗുരുവായൂർ അമ്പലത്തിൽ. ഗുരുവായൂർ നിൽക്കണേക്കാൾ അത്രയും തിരക്കാണ് നമ്മുടെ പാലക്കാട് അമ്പലത്തിൽ കേട്ടോ. അത്രയും സഹിക്കാൻ പറ്റില്ല. നല്ല ചുട്ടു വഴക്കണ വെയിലുണ്ട്. ഇതിൽ വേണം നമ്മളിനി ക്യൂ നിൽക്കാൻ. അങ്ങനെ ക്യൂ നിൽക്കുകയാണ്. വേദൂട്ടിയും സുമേഷനും കൂടി ക്യൂ നിൽക്കുകയാണ്. ഞാനും പ്രതിക്കുട്ടിയും കൂടെ തണുപ്പത്ത് നിൽക്കുകയാണ്. പ്രതിക്കുട്ടി ഉറങ്ങി കേട്ടോ. അതിനകത്ത് എണീറ്റിനോട് തന്നെ വേഗം ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തണുപ്പത്ത് നിൽക്കുകയാണ്. അപ്പോൾ വെയിൽ കൊണ്ടാൽ തലവേദന വരും. അതുകൊണ്ട് വേഗം തണുപ്പത്ത് പോയി നിൽക്കുകയാണ്. ഇടയിൽ പിന്നെ ആൾക്കാർ കയറുന്നുണ്ടായിരുന്നു കേട്ടോ. ഇടയിൽ കൂടെ ആയിട്ട് ആൾക്കാർ ഭയങ്കര തിരക്കാണ്. അതേപോലെ തന്നെ എല്ലാവരും സെക്സാരിയൊക്കെയാണ്. ചുരിദാറൊക്കെ ഇട്ട് വരാമെന്ന് വിചാരിച്ചതാണ്. കാരണം വിഷുവല്ല എന്നൊക്കെ പറഞ്ഞ് ധാവണിയൊക്കെ കൊടുത്തിട്ട് വന്നതാണ്. പക്ഷെ ഭയങ്കര ചൂട്. ഏതൂട്ടിക്ക് പിന്നെ ധാവണി കൊടുത്തിട്ട് മതിയായിരുന്നു. അവൾ കാറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അമ്മ ഞാൻ ഊരി മാറ്റട്ടെ എന്ന് ചോദിച്ചതാണ്. നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് പ്രതിക്കുട്ടി ഉറങ്ങി കഴിഞ്ഞ ശേഷം അവൾക്ക് നല്ല മൂടായിട്ട് അങ്ങനെ അവൾ ഒറ്റയ്ക്ക് തന്നെ നടക്കാൻ തുടങ്ങി. പാവാടയൊക്കെ ഇത് പരന്ന് നടക്കില്ലേക്കൂ. നോക്കിയിട്ട് ചെയ്യാം. ഞാൻ 10 മണിക്ക് എത്തും. അങ്ങനെ എങ്ങനെയൊക്കെയോ ആയിട്ട് ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അമ്പലത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് എത്തിയിട്ടുണ്ട്. ഭയങ്കര തിരക്ക്, അതുപോലെ തന്നെ ചൂട്, സഹിക്കാൻ പറ്റാത്ത ചൂട്. കുറേ നേരം ക്യൂ നിന്ന ശേഷം അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് കണ്ടോ. 2 ക്യൂ ആയി. അമ്പലത്തിൻ്റെ ഫ്രണ്ട് എത്തിയതും 2 ക്യൂ ആയി. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്ന് കയറി തൊഴാൻ പറ്റി. പിന്നെ മാത്രമല്ല ക്യാമറ ഇതിൻ്റെ അലോഡ് ആയിരുന്നില്ല. അത് തന്നെ വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. അതിന് വേഗം അത് തൊഴുത് ഇറങ്ങിയിട്ടുണ്ട്. കൈനീട്ടം കെട്ടിയിട്ടുണ്ടായിരുന്നു. 4 പേരും കൂടെ 1 രൂപയാണ്. 1 രൂപയാണ് ഒരാൾക്ക്. അതിന് എല്ലാ വർഷവും 1 രൂപ തന്നെയാണ് എല്ലാവർക്കും കൊടുക്കുന്നത് കേട്ടോ. ഞാൻ കൈനീട്ടമൊക്കെ വാങ്ങിയിട്ട് ഞങ്ങളിതാ വീട്ടിലോട്ട് പോകാനായിട്ട് തയ്യാറായിട്ട് വന്നിരിക്കുകയാണ്. കാറിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. കാറൊക്കെ ഒരറ്റത്താണ് പാർക്ക് ചെയ്തിട്ടുള്ളത്. അമ്പലത്തിൻ്റെ ഒരു അരമണിക്കൂറോളം നടക്കാനുണ്ടായിരുന്നു കാറ് പാർക്ക് ചെയ്ത സ്ഥലത്തോട്ട്. അത്രയും തിരക്കാണ് കേട്ടോ. കുറേ ദൂരം നടന്നിട്ടുണ്ടായിരുന്നു. നമ്മളൊന്ന് പോണം പറഞ്ഞില്ലേ. പക്ഷെ അവിടെ തിരക്കും കാര്യങ്ങളൊന്നും കാണാനില്ല. അതുകൊണ്ടായിരിക്കില്ലേ. അതേപോലെ പൊൽപ്പുടിയിൽ ഒരു ശിവൻ കോയിലുണ്ട്. നമ്മുടെ കസ്റ്റമറാണ് പൂജ കഴിക്കുന്ന ഒരു അമ്പലം കെട്ടിയവരെ വെറുതെ പറയും രാവിലെ ഞായറാഴ്ച ആകുമ്പോൾ രാവിലെ 8 മണിക്കുള്ളിൽ പൂജ കഴിക്കും. ഓ പക്ഷെ ആ ശിവന്റെ അമ്പലത്തിലൊക്കെ നേരത്തെ കഴിയും സുഖമായിട്ടാ. അപ്പൊ അത് വാവാ പറയട്ടെ. ഒരു ദിവസം പോവാണ്ട. ചിറ്റൂർ എത്താനായപ്പോൾ ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ വേഗം ഒരു ജ്യൂസ് കുടിക്കാനായിട്ട് കയറി. അപ്പോൾ ജ്യൂസ് വേണമെന്ന് പറഞ്ഞിട്ട് ഷേക്കാണ് കുടിച്ചത്. ടെൻഡർ ചോക്ലേറ്റിൻ്റെ ഒരു ഷേക്കാണ് അപ്പോൾ ഞങ്ങൾ കുടിച്ചത്. വേദിട്ട് സ്റ്റോപ്പറിൻ്റെ ഒരു ഷേക്ക് കുടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഷേക്കിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. 4 പേരും കൂടെ. അപ്പോഴത്തേനും എന്താ ഷേക്ക് എത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി നല്ല ടേസ്റ്റായിട്ടുള്ള ഷേക്കായിരുന്നു. ഐസ്ക്രീമൊക്കെ ഇട്ടിട്ട്. പ്രതിക്കുട്ടിക്ക് ഭയങ്കരമായിട്ട് തന്നെ ഇഷ്ടമായി കേട്ടോ. ഭയങ്കര ചൂടാണ്. പ്രതിക്കുട്ടിക്ക് ഭയങ്കരമായിട്ട് തന്നെ ഇഷ്ടമായിട്ടുണ്ട്. അങ്ങനെ വീടെത്താനായതും വേദൂട്ടിയും പ്രതിക്കുട്ടിയും നല്ല ഉറക്കമായി കേട്ടോ. അവർ നേരത്തെ എണീറ്റതുകൊണ്ട് തന്നെ 2 പേർക്കും നല്ല ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 പേരും വേഗം ഉറങ്ങി. അതിന് ഞാൻ പെട്ടെന്ന് സുമേഷേട്ടന് കഴിക്കാൻ കൊടുക്കാമെന്ന് വിചാരിച്ചു. നല്ല അടിപൊളി സദ്യ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അമ്മ. സാമ്പാറുണ്ടായിരുന്നു, പായസം ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ മാങ്ങാച്ചാറുണ്ടായിരുന്നു, കൂട്ടുകറി, കാബേജ് ഉപ്പേരി ഉണ്ടായിരുന്നു, അങ്ങനെ കുറേ കറികളുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കൂട്ടിയിട്ട് കഴിച്ചു. അങ്ങനെ പ്രതിക്കുട്ടിയും വേദൂട്ടിയൊക്കെ ഉറങ്ങി എണീറ്റിട്ടുണ്ട്. 3 മണിക്കാണ്ടോ ഉറങ്ങി എണീറ്റത്. അങ്ങനെ കഴിക്കാൻ കൊടുത്തു കേട്ടോ. ഇരയിൽ കഴിക്കാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവർക്കൊക്കെ ഫുഡ് കഴിക്കാൻ കൊടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ടാറ്റാ.